വീണ്ടും കളിക്കുമ്പോൾ. പക്ഷേ ഈ പ്രാവശ്യം ഗ്രാനി കളിക്കുമ്പോൾ ഗ്രാനോട് പൊളിച്ചടക്കും ഗൈസ്. നമ്മൾ ഈ പ്രാവശ്യം ഗ്രാനിനെ പൊളിച്ചടക്കിയിരിക്കും എന്ന് ഞാനാണ് ഗൈസ് പറയണത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസമെന്ന് എനിക്കറിയാൻ വേണ്ടി പിന്നെ എനിക്കൊരു പ്രശ്നവും ഇല്ല. ഓ എടാ സോറി എക്സ്ട്രീമാ ഗൈസ്. ഈസി പോലും ഇവിടെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ ഗൈസ് കുറച്ച് പ്രശ്നമാണ്. ഏകദേശം നമുക്ക് അലക്കണമെങ്കിൽ ഗ്രാനെ പിടിച്ച് അലക്കാനുള്ള ട്രിക്സൊക്കെ നമുക്ക് മനസ്സിലായി ഗൈസ്. പിന്നെ കുറച്ച് ഗ്ലിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബട്ട് ഈ പ്രാവശ്യം നമ്മൾ ഗ്ലിച്ചൊന്നും ചെയ്യില്ല ഗൈസ്. നെവർ ഗ്ലിച്ചസ്. സോ ദ ഗെയിം ഇസ് ഗോയിങ് ടു സ്റ്റാർട്ട്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്ത് പൊട്ടിക്കാം. ടാർഗറ്റ് വയ്ക്കണം ഗൈസ്. ടാർഗറ്റ് ഒരു 100 ലൈക്സ് ആണ് ഗൈസ്. ടാർഗറ്റൊക്കെ ചെറിയ ടാർഗറ്റാണ്, അത് അടിച്ച് പൊട്ടിക്ക്. എന്നിട്ടുണ്ടെങ്കിൽ വലിയ ടാർഗറ്റ് തരാം. ഓക്കെ. ദ ക്യൂട്ട് ഷീ ഈസ് ഹിയർ എവരിത്തിങ്. സോറി ഗൈസ്. ഞാൻ വിളിച്ചു. സോറി ഗൈസ്. നിങ്ങൾ കാര്യത്തിൽ ഇത് വായിക്കണമെങ്കിൽ നിങ്ങൾ വായിച്ചോളൂ. ഇതെന്താണ് ഗൈസ്? ഗെറ്റ് ഔട്ട് ഓഫ് ദർ. അതെനിക്കറിയാം. യു ഓൺലി ഹാവ് 5 days. അതും എനിക്കറിയാം. ഓൾ യു നീഡ് മനസ്സിലായി ഗൈസ്. ഓൾ യു നീഡ് ഇൻ ഈസ് ഒരു സെക്കൻഡ്. ഈസ് ഇൻ ദിസ് ഇൻ ഇത് കുറച്ച് പണിയാണ്. ആൻഡ് ബി ക്യൂട്ട് ഷീ ഹിയർസ് എവരിത്തിങ് ആൻഡ് ഗ്രാനീസ് ക്രൈസി. ഇത് വെറുതെ പേടിപ്പിക്കാൻ പറയുന്നതാണ്. അന്ന് ഞാൻ ഇവരെന്നെ സിമ്പിളായിട്ട് ഒതുക്കി. ഗ്രാനി തള്ളച്ച് ഇത്ര സീനൊന്നുമില്ല ഗൈസ്. നമ്മുടെ ഗ്രാനി അമ്മൂമ്മല്ലേ ബെഡിൽ കുമ്പിടാൻ പോലെ അറിഞ്ഞൂടാ. ഞാൻ ഓടിത്തോപ്പിക്കും തള്ളേനെ ഗൈസ്. ദാറ്റ്സ് സോ എളുപ്പമാണ് ഗൈസ്, എളുപ്പം. സോ ഞാൻ ഗ്ലിച്ച് പരിചയപ്പെടുത്തി തരണോ വേണ്ട? വൈ വൈ ഈ തള്ളെന്തിനാണ് ഗൈസ് അവിടെ നിന്ന് വന്നത്? ഈ ഗൈസ് നിങ്ങൾക്കറിയാലോ ഗൈസ്, വെപ്പണക്ക് വെച്ചിട്ടാണ് നമുക്ക് എല്ലാ പരിപാടിയും ചെയ്യേണ്ടത്. തുറന്നേ ഡോറ് തുറ. ഞാൻ മുട്ടിയ ഡോറ് തുറക്കണം ഗൈസ്. പിന്നെ നിങ്ങൾക്ക് മറ്റേ എന്നെ കൊല്ലാനുള്ള ട്രിക്ക് നിങ്ങൾക്കറിയാലോ ഗൈസ്. ശരിക്കും നമ്മൾ അങ്ങനെ അല്ലായിരുന്നു ചെയ്യണ്ടേ. ഞാനൊരു ഗ്ലിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. നടക്കുമെന്ന് അറിയില്ല ഗൈസ്. എന്തെങ്കിലും സാധനം കിട്ടണം. സാധനം കിട്ടാനായിട്ടേ നമ്മളെന്ത് ചെയ്യാനാണ്? നമുക്കൊന്നും അറിഞ്ഞൂടെ. തിരിച്ചു പോതള്ളേ. തള്ളാനെങ്കിൽ പേടിയില്ല. പണ്ടുള്ള പേടിയൊന്നും ഇപ്പം ഒന്നുമില്ല ഗൈസ്. സോ ഞാൻ അങ്ങോട്ട് പോയ സ്ഥിതിക്ക് ഇത് തട്ടിയിട്ട് അത് വീണ്ടും വരും ഗൈസ്. അങ്ങനത്തെ ഒരു സാധനമാണിത്. ഞാൻ എത്ര പോയാലും പേടിയില്ല ഗൈസ്. എത്ര അടി കിട്ടിയാലും നമ്മളടിക്കാൻ വരും. അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ. എന്തായാലും ഇപ്പോൾ വേഗം ഗ്രാനി വരും. എന്തായാലും ഞാൻ ഇവിടെ വിളിച്ചിരിക്കട്ടെ ഗൈസ്. ഞാൻ ഈ പീസ് കൊണ്ടിട്ട് അങ്ങോട്ട് പോയാൽ മതി. ഇയാൾ എന്നെ കണ്ട് ഗൈസ്. ഇയാളെ പണി ഗൈസ്. എന്നെ കണ്ട് ഗൈസ്. എനിക്കറിഞ്ഞൂടാ ഗൈസ്. ഇത് ഫൗള് കാണിക്കണം ഒരു വീഡിയോ. സോ ഗൈസ് അതെങ്ങനെ ഗൈസ്? അത് നടക്കില്ല. ഞാൻ ശരിക്കും ഗ്രാനി ഈ വഴിക്ക് വന്നാൽ ഞാൻ ഇവിടെ ഇരിക്കും ഗൈസ്. അല്ലേ ഗ്രാനി ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്താണ്. ഗ്രാനി പ്ലീസ് കം. സോ അമ്മച്ചി കം ഓൺ ടു ന്യൂ ഹൗസ്. വാ കറക്കി വിടും ഞാൻ. കറക്കി ബുക്ക് കിട്ടി. സ്പൈഡർമാമി. എനിക്കതിനെ അറിയാം. സോ നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. മുകളിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ കിട്ടില്ല എന്ന് എനിക്കറിഞ്ഞൂടാ ഗൈസ്. കക്കൂസയിലൊന്നുമില്ല, സാധാരണ പോലെ തന്നെ. സോ ഗ്രാനി എങ്ങോട്ടാണ് പോയതെന്ന് നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഗൈസ്? സോ നമുക്ക് ഇവിടെയൊക്കെ ചെക്ക് ചെയ്യാം ഗൈസ്. എനിക്ക് ഗ്യാസോലിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് നമുക്ക് കാർ എസ്കേപ്പ് ചെയ്താലോ ഗൈസ്? ചിപ്പി ചോണ്ടിട്ട് എന്തായാലും ഗ്രാനി വരും. ഞാൻ ഇതോടെ മറച്ചിടാം ചെറിയൊരു രസത്തിന്. ഹലോ ബ്രോ. ഹായ് അടിച്ചക്ക നിൽക്കണേ. ഇപ്പം കിട്ടാനേ പിന്നെ ഗ്രാൻഡ് സീനാണ്. അയ്യോ തിരിച്ചു പോരുത്. ഇറങ്ങിയപ്പടി തിരിച്ചു പോകാൻ പാടില്ല മല്ലയാ.
കയറിക്കോ 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 ഗൈസ്. ഇവിടെ നിന്ന് നിന്നിട്ടാണ് ഗൈസ് പീസ് ഓഫ് പെയിന്റിങ് ഗൈസ്. എന്തിനാണ് എനിക്കത്? ഹലോ തലച്ചേ, ബൈ ബൈ. എനിക്ക് തോന്നുന്നത് ഗൈസ് നമുക്ക് കാർ എസ്കേപ്പ് ചെയ്താലോ? ഇത് കാർ എസ്കേപ്പ് ചെയ്യാനുള്ള സ്പെഷ്യലി എനിക്ക് ഓർമ്മയുണ്ട് ഗൈസ്. മറ്റേ സ്പൈഡർ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആ ഒരു സംഭവം കൂടി കണ്ടിട്ടുണ്ടായിരിക്കും. ഓഫ് കോഴ്സ്ലി ദാറ്റ് വിൽ ഹാപ്പൻ. നമുക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടിടാം. പക്ഷേ ഇത് ഞാൻ അവിടെ കൊണ്ടിടില്ല. എന്താ കാരണം എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഒറ്റയൊരു കാരണമുള്ളൂ. ഓൺലി ദ ഗ്രാനി കാരണമാണ് ഞാൻ ഇടില്ല എന്ന് പറഞ്ഞു. ഗ്രാനി നിക്കടാ പൊന്നി ചെക്ക. ഗ്രാനൂസേ, ഗ്രാനി കുട്ടി ഉണ്ടെന്ന് വന്നേ. ഗ്രാനൂസ് ഒന്ന് വന്നിങ്ങട് വന്നേ. ഞാൻ പാപ്പും ബിസ്ക്കറ്റും തരാം. ഞാൻ അങ്ങനെ സ്പെഷ്യൽ കിട്ടിയാണ്ടല്ലോ നീ ഇങ്ങനെ ഒന്നും വെക്കില്ല. പിന്നെ കഴിച്ചു എനിക്ക് ആ ട്രിക്ക് ചെയ്യണമെന്നുണ്ട്. എനിക്ക് ഗ്രാൻഡിനെ കൊല്ലണം കഴിച്ചു. ആ റെഡ് ബാറ്റ് എനിക്ക് വേണം. പക്ഷെ തട്ടി പറിക്കാൻ പറ്റില്ല കഴിച്ചു. ഒടുക്കത്തൊന്ന് അഗാണ് തലയ്ക്ക് കഴിച്ചു. തിരിച്ചമ്മ വാ 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 തിരിച്ചു വരുമോ? തിരിച്ചു വന്നില്ലല്ലോ. എന്താ വഴി തള്ള നിനക്ക് തിരിച്ചു വന്നാൽ? എനിക്കറിഞ്ഞൂടാ. എനിക്കൊന്നും അറിഞ്ഞൂടാ കഴിച്ചു. നമ്മൾ കലക്കുന്നത് അറിഞ്ഞു, ബട്ട് എങ്ങനെ കലക്കും എന്ന് മാത്രം അറിഞ്ഞുകൂടാ. ഇരുന്ന് ഇനി എന്നെ ഗ്രാനി കണ്ട ഇത് ഞാൻ കള്ളകളിയാന്ന് പറയും കഴിച്ചു. ഇങ്ങോട്ട് ഇരിക്കാല്ലേ, അപ്പോൾ ഗ്രാനി കാണില്ല. ഇത് ഗ്രാനി കണ്ട കള്ളക്കളിയുടെ കള്ളകളി ഇങ്ങോട്ട് കൊണ്ട് പോച്ച്. തള്ളച്ചി 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 തള്ളച്ചി. ഇത് ഓണിത് കൈസ്, ഓണിത് ചത്ത് കൈസ്. ഗ്രാനി ചാവും. ചിട്ട് ഗ്രാനി ഡെഡ് ആവും കൈസ്. എനിക്ക് പറ്റിയിരുന്നെങ്കിൽ ഞാൻ രക്ഷിച്ചില്ലായിരുന്നാലേ. എനിക്ക് പറ്റാത്തോണ്ടല്ലേ. പറ്റിയായിരുന്നെങ്കിൽ ഞാൻ തന്നെ എനിക്കിപ്പോൾ ഗ്രാനി ഗോസ്റ്റ് 2 minutes 2 മിനിറ്റിലേക്ക് ഞാൻ തള്ളൊരു ശല്യം ഉണ്ടാവില്ല. അപ്പോഴേക്കും നമുക്ക് മുകളിലൊക്കെ പോയി അന്ന് ചെക്ക് ചെയ്യാം. ഇപ്പം ഞാൻ പ്ലെയറായിട്ട് കളിക്കുന്നുണ്ടോ? ഇവർക്ക് എന്താണ് മറ്റുള്ളവർ എത്രത്തോളം സമ്മതിച്ചോളെ? അത് സമ്മതിക്കില്ല കേസി തള്ള. ഇത് അങ്ങനത്തെ ഒരു സേനാണ് കുശുമ്പത്തി പാറു എന്ന് പറഞ്ഞാൽ. അങ്ങനത്തെ ഒരു പാറുവിനെ ഞാൻ ഇതുമായിട്ട് കണ്ടിട്ടില്ല. പാറൂസ് ഇതിവിടെ കിടക്കട്ടെ. നമ്മൾ ഇവിടെ ഒന്നും പോയി ബുക്ക് കിട്ടി. നമുക്ക് ബുക്ക് ഉണ്ട്. ഇനി പോയി താഴെയാണ് കളിനാണ്. അപ്പോൾ ഒന്ന് പോയി താഴെ ഒന്ന് നോക്കിയാലോ ഗൈസ്. അതിന് മുമ്പ് ഇവിടെ ഒന്നും ഞാൻ തുറന്നു നോക്കിയില്ല ഗൈസ്. പാർക്കിലൊക്കെ എന്തായിരുന്നോടെ. നമുക്ക് ഈ ഐറ്റംസൊക്കെ മുമ്പേ കളിക്ക് കിട്ടിയതാണ്. പക്ഷേ ഈ പ്രാവശ്യം കുറച്ച് പ്രോ പ്ലെയർ മൂഡിലാണ് കളിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ്. പ്രാവശ്യം നമ്മൾ അങ്ങനെ ജയിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. തോറ്റു കൊടുക്കില്ല ഗൈസ്, തോറ്റു കൊടുക്കില്ല. നെവർ ബി ഡൈസ് എന്നാണ് വാചകമെങ്കിലും നമ്മൾ തോക്കും. എത്ര ഉള്ളൂ എന്നാണ് വാചകം. നമ്മൾ ഡോണ്ട് ഗീവ് അപ്പ്. പക്ഷെ ഇതിനകത്ത് 5 ദിവസം വെച്ചേക്കുന്നത് നമ്മുടെ പ്രശ്നമല്ലല്ലോ. എന്തെങ്കിലും വെച്ചോടെ. കട്ടിങ് പ്ലേസ് ഗൈസ്. നമുക്ക് ഏത് എസ്കേപ്പ് ചെയ്യണമെന്ന് എനിക്കൊന്നുമില്ല ഗൈസ്. ഏതെങ്കിലും ഒരു എസ്കേപ്പ് ചെയ്യണം ഗൈസ്. അതിനെപ്പറ്റി ഞാൻ ഈ ഗ്രാനി കളിച്ചിട്ടൊരു ഉപകാരമില്ലല്ലോ. അതാണ് കോമൺ സെൻസ് ഉണ്ട് എനിക്ക്. ഇപ്പോൾ ഗ്രാനി എഴുന്നേറ്റുണ്ടാവും ഗൈസ്. എഴുന്നേറ്റുണ്ടെങ്കിലും എഴുന്നേറ്റില്ലെങ്കിലും ഞാൻ പോവും അങ്ങോട്ട്. അല്ല പിന്നെ ഗൈസ് നമ്മൾ കുറച്ച് സിഗ്മയാണ്. സിഗ്മ ബോയ്സ് എന്തായാലും എഴുന്നേറ്റുണ്ടാവും ഗൈസ്. 2 minutes കഴിഞ്ഞാൽ പിന്നെ ഗൈസ് സബ്സ്ക്രൈബൊക്കെ ചെയ്തോളാം ഗൈസ്. സബ്സ്ക്രൈബൊക്കെ ചെയ്ത് അടിച്ച് പൊട്ടിക്കുക. ഇവിടെയൊന്നും ഗ്രാനെ കാണാനില്ലെന്ന് ഇറങ്ങിപ്പോയി നോക്കിയത്. I think she not spawned. ഞാനോട് ബുക്ക് വെച്ചിട്ട് ടീച്ചറിൻ്റെ അത് ഇറങ്ങി വരാത്ത ടീച്ചറെ ചതിച്ചാ. അതായത് ഇങ്ങനെ വരേണ്ടതല്ലല്ലോ ഗൈസ്. അതെനിക്കറിഞ്ഞൂടെ എന്താ ഇറങ്ങി വരാത്തെന്ന് ഗൈസ്. തള്ളയുന്നേറ്റു ഗൈസ്. നമുക്ക് വീണ്ടും പോയി പൂട്ടിയാലോ? എങ്ങനെ ഇരിക്കും? അങ്ങനെ ഇരിക്ക്. നമുക്ക് മുകളിലേക്ക് പോകാം. സോ അപ്പോൾ പോയേ ഇങ്ങോട്ട് വാ.
ഒന്നോ എന്ന് തള്ളേ തള്ളയാണ് കേസ് ഇത്. തിരിച്ചു പോയാ വന്നിട്ട് തിരിച്ചു പോയാ എന്തോന്നാണ്. ഞാൻ പിന്നെ ഒരു ട്രിക്ക് ഉണ്ടാകും. സൗണ്ട് ഇട്ട് എന്തായാലും വാ എന്താണ് കേസ് വരാത്ത സൗണ്ടിൽ ഇത് പോയാ വരുന്നുണ്ട് കേസ്. ഇങ്ങോട്ടല്ല അങ്ങോട്ട് പോ. എടാ ഇങ്ങോട്ടല്ല അങ്ങോട്ട് പോവാൻ ഗൈസ്. പ്ലാൻ വർക്കാവാതെ ഞാൻ വരില്ല. അല്ലെങ്കിൽ നയിച്ചിട്ട് ഇറങ്ങി പോയാലേ ഈ പ്ലാൻ വർക്ക് ചെയ്യിപ്പിക്കണം. എടാ എനിക്ക് തോന്നുന്നു മറ്റേ ഗ്രാനി അവിടെ സാധനം അവിടെ ഇട്ടാൽ മതി. ഇത്ര സ്ലോ മോഷനിൽ പിന്നെ ഗൈസ് നമ്മൾ ഇതിങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെയല്ലല്ലോ തള്ളാനെ കൊണ്ടൊരു ഗായ്സ്. ഇനി നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും അത് ട്രൈ ചെയ്യാം ഗായ്സ്. ഡെഡായില്ലെങ്കിൽ പോയ എന്തായാലും ഡെഡ് ആവും എനിക്ക് തോന്നുന്നു ഗായ്സ്. ഇതാണ് എൻ്റെ കമൻ്റ് അടിക്കാൻ വേണ്ടി വന്ന ചേച്ചി. സോ നമ്മളേതോ സുവറിലെത്തിയിട്ടുണ്ട്. ഏതോ ലഗേജ് ഇതൊക്കെ നമുക്ക് അറിയുന്ന കേസാണ്. ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമോ ഗൈസ്? ഒന്നും കിട്ടില്ല, എനിക്കറിയാം. ഹലോ എനിക്ക് ചാടി തന്നേ ഗൈസ്. ചോര എനിക്ക് ചോര പോവും. ചോര പോവണം. ഗ്രാനി എന്താണ് വരാത്തത്? എൻ്റെ അടുത്ത് പോയി നോക്കിയാലോ. ഡോറൊക്കെ തുറന്നിട്ടിട്ട് ഗ്രാനി എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്. സോ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല അല്ലേ? എല്ലാണേ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ താടേ ഗൈസ്. എനിക്ക് തോന്നുന്നു കാർ സ്കിപ്പ് ചെയ്യാന്നാണ്. എല്ലാം ഗ്രാൻഡിനെ ദേഷ്യപ്പെടുത്താളവേ. അയ്യോള്ളി ഷോർട്ട് കണ്ട് 2 പാർട്ട് കിട്ടിയല്ലോ ഗൈസ്. അപ്പോൾ ഒരു പാർട്ട് കൂടി വേണമെന്നാണ് തോന്നുന്നത്. യെസ്, ഡോർ തുറ. വീൽ ക്രാങ്ക് കൂടി ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാലോ ഗൈസ്, കളിയൊക്കെ അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കണേ. നോക്കട്ടെ, എനിക്ക് ആ വീൽ ക്രാങ്ക് മതി. ക്രാങ്ക് എടുത്തേ. സോ വീൽ ക്രാങ്കും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഗ്രാനി വരുന്നുണ്ടെങ്കിൽ വേഗം വാ, എനിക്ക് പോകാനുള്ളതാണ്. ബൈ ഗ്രാനി വരണല്ലോ. തള്ള വന്നു. തള്ള വേഗം വരും. തള്ള വന്നതുപോലെ പോവുകയും ചെയ്യും. സിമ്പിൾ. ഇനി വീൽ ക്രാങ്ക് കൊണ്ടുപോയി അവിടെ ഇട്ടിട്ട് വരാം ഗൈസ്. ഇത് കുറച്ച് കളി മാറും ഗൈസ്. ഇത് തീപ്പൊരു കളിയാണ്. സൗണ്ട് എന്തായാലും ഗ്രാനിയും കൂടി വരും. ഇവിടെ നിന്നാണ് ഗൈസ് എൻജിൻ പാർട്ടൊക്കെ ഇരിക്കേണ്ട കാര്യം. അപ്പോൾ എന്തായാലും നമുക്ക് കാർ സ്കേപ്പ് ചെയ്യാം. എന്തായാലും ഗ്രാനി അങ്ങോട്ട് പോയി. സോ നമുക്ക് ഈ വഴിക്ക് ഇവിടെ ഇരിക്കാം. പിന്നെ നിധിക്കൂടെ വല്ല വഴി കൂടെ പൂവുണ്ടോ നമുക്ക് നോക്കണമല്ലോ. എല്ലാം നോക്കാം. ലാസ്റ്റ് ചാവാതെ ചെയ്താൽ മതി. ഗ്രാനോട് എത്തിയില്ലേ? എന്താണെന്നുള്ള വരാത്ത? അയ്യോ തള്ള വന്ന് ഞാൻ വരാത്തത് ചോദിച്ചല്ലോ. അപ്പേക്കും വന്ന് ഗൈസ്. ഹലോ ഗ്രാനി, മിസ്റ്റർ ഗ്രാനി കളിക്കാൻ വരല്ലേ? എന്തോന്നാടായി കാണിക്കുന്നത്? ഗ്രാനി എന്ത് മണ്ടിയാണ്. അതെന്ത് കളിയാണ് ഗ്രാനി? അവിടെ പോയിട്ട് ഞാൻ നിന്നെ വിളിക്കണുള്ളൂ. ഒന്നുകൂടി ഇരിക്കാലോ. ഇതെന്ത് ഗ്രാനാണ്? ഇത് മണ്ടി ഗ്രാനാണ്. സോ നമ്മൾ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടല്ലോ. ഗ്രാനി പോയാ പോ വേഗം പൊക്കോ, അല്ലെങ്കിൽ പൊട്ടിക്ക്. ഞാൻ ബോക്സറാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ഇപ്പനെ വീണാല്
ഞാനിപ്പോൾ കട്ടിലുമാണ് ഇരിക്കണത്. ഇപ്പം കട്ടിലുമൊന്ന് വീണാനേ, അത് ചാവണം തന്നെ കേസല്ല. പക്ഷേ ഇഷ്ടപ്പെട്ടു. നൈസായിട്ട് ട്രാപ്പിൽ കൊടുക്കാം. ഇത് പോയ ഗ്രേന് പിടിക്കാൻ പറ്റണേ, ഒന്ന് പോകത്തല്ലേ. ഈ ഗ്രാൻ ഒന്നും സമ്മതിക്കല്ലേ. ഞാൻ ഇവിടെ നിന്നു. ആ പോവോ ഒന്ന് പാതല്ലേ, ഒന്ന് പോയോ. സോ പോയി. എങ്ങനെയുണ്ട് എൻ്റെ ട്രിക്ക്? ഗ്രാനി വാവാ. ഗ്രാനി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. തിരിച്ചു പോകണമെങ്കിൽ നിങ്ങടെ ഒന്ന് എൻ്റെ പൊന്നമ്മച്ചി. എനിക്ക് ഇനി വെയിറ്റ് ചെയ്ത് കള സമയമേ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വഴിക്ക് പോവാണ്. അണ്ടർസ്റ്റാൻഡ് അമ്മച്ചി? ഞാനേ ഈ വഴിക്കൂടെ പോവാണെന്ന്. ടു അണ്ടർസ്റ്റാൻഡ് അമ്മഞ്ചി? ഞാനേ എടാ അണ്ടർസ്റ്റാൻഡ് എടാ ഓടിക്കോ. അണ്ടർസ്റ്റാൻഡ് ആയി കേസ്. ഈ അമ്മച്ചി അണ്ടർസ്റ്റാൻഡ് ആയി. ഈ അമ്മച്ചിക്ക് അണ്ടർസ്റ്റാൻഡ് ആയിട്ടുണ്ട് കേസ്. ഇവിടെയാണ് വരണത്. വന്ന് കേസ് തള്ളവന്ന് കേറങ്ങട്. സോ നമ്മൾ കണ്ട കേസ് മാസ്റ്റർ പ്ലാനായിട്ടാണ് കളിക്കണത്. ഗ്രാനി പോയാ ലാസ്റ്റ് എല്ലാം കൂടി നമ്മൾ കളയുന്നുള്ളൂ ഗൈസ്. മുകളിലേക്ക് പോവാണ്. ഇറ്റ്സ് ദ ടൈം ഗൈസ്. അതാണ് ഗൈസ് പെട്ടിയൊക്കെ ഇരിക്കണത്. ഗ്രാനി ഇങ്ങോട്ട് കൊണ്ടുവന്നു പെട്ടി. എന്ത് പൊന്ന് ഗ്രാനി ഡോർ അടിച്ചിട്ടായിരുന്നു. ഞാൻ പോകണം. ഞാൻ ചെറിയൊരു പരിപാടി ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അപ്പം തന്നെ ഓടി വരാൻ കഴിയും ഗ്രാനി. ഗ്രാനൊന്നും ഓടി വരില്ല, ഞാൻ ഓടി വരാമെന്നാണ് ഇപ്പോൾ ഉദ്ദേശിച്ചേ. തുറന്ന ഡോറ് തുറ. ഞാൻ പറയുമ്പോൾ ഡോറ് തുറക്കും. എന്നെന്തെങ്കിലും റെസ്പെക്റ്റ് എന്നറിയാം ശരിയൊക്കെ. എന്ന് വെച്ചാൽ ഞാൻ ഈ പ്രാവശ്യം ജയിക്കാൻ വേണ്ടി വന്നതാണ്. എനിക്ക് സ്പാർക്ക് പ്ലഗ് കിട്ടി, കാർ കീ ഒന്നും കിട്ടിയിട്ടില്ല. ഇതൊക്കെ വഴിയേ വെച്ച് കിട്ടുന്നു പ്രതീക്ഷ. രണ്ടാം നമ്പർ മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട് ഗൈസ്. നമ്പേഴ്സൊക്കെ കാരണമാണ് ഞാൻ പെട്ടത്. സോ ഇതെനിക്കറിയാൻ വഴിക്ക് പോകുന്നു. സോ നമ്മൾ ഇങ്ങോട്ട് കയറണം. സോ ഫസ്റ്റ് തന്നെ ഇങ്ങോട്ട് കയറണം. ഇവിടെ നിന്ന് കയറണം. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? മാങ്ങാത്തൊലിയുണ്ട്. സോ നമ്മൾ ഇങ്ങോട്ട് പോകണം. ഈ ട്രിക്കൊക്കെ നമുക്കറിയുന്നതാണ്. ഇല്ല ജാടയൊന്നും ഇറക്കേണ്ട. നിങ്ങളൊക്കെ മണ്ടന്മാരെ, ഞങ്ങൾ ബുദ്ധിമാരാണ്. അറിയോ പിടിച്ചെന്ന് വിചാരിച്ചായിരുന്നു. എനിക്കത് പേടി. നീ കിതയ്ക്കുണ്ടോ ഗൈസ്? നീ കിതയ്ക്കുണ്ടെന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. ഈ സാധനം പോയില്ലേ? പോകാനേ ഞാനിവിടെ എങ്ങനെ ഉണ്ടാവും? ഈ സാധനം പോവാതെ എനിക്കൊരു വഴിയില്ല. പോ ആ വഴിക്ക് പോവാണ്. എനിക്ക് ഈ വഴിക്കാണ് പോകേണ്ടത്. ഞാനിവിടെ തിരിഞ്ഞ് ഓടിക്കൊടുക്കും. ഇതാണ് വഴി. എനിക്കിത് വഴിയൊന്നും അറിഞ്ഞൂടാ. ഇവിടെ എന്തെങ്കിലും സാധനം ഉണ്ടല്ലോ. മരം കിട്ടി. ഇനിയാണ് കളികളൊന്നും സെറ്റാണ്. നമുക്കൊക്കെ ലിഫ്റ്റ് തുറന്നാലോ കഴിയും.
എടുത്തിട്ടാണ് കേസ് നമ്മൾ ഉണ്ടാക്കുന്നത്, നിങ്ങൾക്കറിയാലോ. സാധനം വന്നു. ഓ തല്ലിടിച്ച് കൈസ്. ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. തലടിച്ച് ചെറിയ സീനാണ്. സോ ഗൈസ് ഇപ്പോൾ ഭയങ്കര ലാഗ് വീഡിയോ ആണ്. ഒറ്റ ഡേ പോലും ഡെഡായില്ല. എടാ എനിക്കങ്ങോട്ട് തന്നെയാണ് പോകേണ്ടത്. എനിക്ക് ഏത് വഴിക്കാണ് പോകേണ്ടത്? തിരിഞ്ഞോക്കരുത്. സീനാണ്. അത് അങ്ങോട്ടാണ് പോയത്. ഷോ എനിക്ക് ആ വഴിക്കാണ് പോകേണ്ടത്. പേരല്ലേ പിടിച്ച് സോ ഗൈസ് ഡേ 2 ആയിട്ടുള്ള ഇത് ഒടുക്കത്തെ ലാഗാണ്. എനിക്ക് ബോറടിച്ചു തുടങ്ങി ഗൈസ് കളിച്ച്. ആണോ ഗൈസ് ഞാൻ ഗ്ലിച്ച് ചെയ്ത് പെട്ടെന്ന് ഗെയിം അവസാനിപ്പിക്കാൻ പോവാണ്. സോറി ഫോർ ഗൈസ്, എനിക്ക് പറ്റാത്തതുകൊണ്ടാണ്. പെട്ടെന്ന് എനിക്ക് 34 സ്പിരിറ്റ് ടൈം. ആ ടൈമിനുള്ളിൽ ഗ്ലിച്ച് സിമ്പിളാണ് കേസ്. അത്രയുള്ളൂ. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യണം കേസ് കുറേ സമയം. ഇത് എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു കേസ്. ഇത് സാധാരണ നമ്മൾ ഇത്ര പെട്ടെന്നൊന്നും കേസ് നമ്മൾ ഇത്ര നേരത്തെ ഇങ്ങനെ കളിക്കാറില്ലല്ലോ കേസ്. അതുകൊണ്ടാണ് ഇത്രയുള്ളൂ കേസ് ഗ്ലിച്ച്. കണ്ട കേസ് ഇപ്പോൾ ഗ്രാനി ഇവിടെ വെട്ടിയിട്ട വാലകൊല പോലെ അവിടെ നിൽക്കും കൺഫ്യൂസ് ആയിട്ട്. എങ്ങനെയുണ്ട് എൻ്റെ കൈസ് ഗ്ലിച്ച്? ഞാൻ സമാധാനമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത്. പക്ഷേ എനിക്ക് ഗെയിം എസ്കേപ്പ് ആവണമെന്നുണ്ട്, കുറേ നേരം കളിക്കണമെന്നുണ്ട്, ഗ്രാനെ വെച്ച് കളിക്കണമെന്നുണ്ട്. പക്ഷേ ഗൈസ് പെട്ടെന്ന് എനിക്ക് ഗെയിം മടുക്കാണ് ഗൈസ്. എന്ത് ചെയ്യാനാണ്? വെച്ചാൽ വേറെ ഒരു സ്ഥലത്ത് ഞാൻ നല്ലോണം എടുക്കണം. ഇവിടെ എന്താണ് എടുക്കുന്നത്? സ്പൈറക്കിയ ഗ്യാസിനെ പോകുന്നേ. ഗ്യാസിന് എവിടെയാന്ന് നോക്കണ്ടേ? കാറ്റ് കിട്ടാതെ വേറെ വഴിയില്ല ഗൈസ്. ഗ്യാസിന് എവിടെയായിരുന്നു ഗൈസ്? ഗ്യാസിൽ നമ്മൾ ഇത് കഴിഞ്ഞു. പണിപാളി ഞാൻ കാർക്കി എവിടെയെങ്കിലും കിട്ടുമോ നോക്കട്ടെ. കേഫ്ക്ക് ഒന്നും കിട്ടിയിട്ടില്ല ഭ്രാന്ത്. ശരി ഇവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കട്ടെ. ഒരു മാങ്ങാത്തൊലി ഇല്ല. പിന്നെ ഈ വഴിക്ക് പോയി എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. പക്ഷേ ഗെയിമേക്ക് ഭ്രാന്ത് പിടിച്ചു പോയി. അതുകൊണ്ടാണ് ഞാൻ ഗ്ലിച്ച് ചെയ്തത്. മാങ്ങാത്തൊലി ഇല്ല ഗൈസ്. എന്തായാലും ഗ്രാനി വരില്ല, എനിക്ക് അറിഞ്ഞൂടെ. ഇവിടെ ചെക്കുന്നത് ബേർഡ് ഫുഡ് എന്തോരം സാധനമാണ്. ഹാമർ മാതരം എല്ലാം കിട്ടിയിട്ടില്ല ഗൈസ്. ശരിക്കും ഈ ഗെയിം അന്വേഷിച്ചിട്ട് പോലില്ല. എനിക്ക് ഇങ്ങനെ തുടങ്ങി. എനിക്ക് കാറസ്കപ്പ് ചെയ്യാനും തോന്നുന്നുണ്ട്, ചെയ്യണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇത്രയ്ക്ക് സാളിൽ കിട്ടിയിട്ട് നമ്മൾ കാർ എസ്കേപ്പ് ചെയ്യണില്ല. ഇവിടെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അതാണ് പ്രശ്നം ഗൈസ്. പിന്നെ ഓൾറെഡി നിങ്ങൾ നോക്കി ഞാൻ റെക്കോർഡ് ചെയ്യണ സമയം 24 മിനിറ്റ് ഓൾറെഡി ആയി കഴിഞ്ഞു. ഞാൻ മലമ്പ് കൊടുക്കണ 2 പോയി ക്ലിക്ക് ചെയ്യാൻ പോകണം ഗൈസ്. ഇനി ഞാൻ തോറ്റാലും ജയിച്ചാലും ഒന്നും ചെയ്യാൻ പോണില്ല. ആ ലെമൺ പോയി ഞാൻ എടുക്കാനും പോവാണ്, പിന്നെ ആ ഗ്ലിച്ച് ചെയ്യാനും പോവാണ് ഗൈസ്. എനിക്കൊന്നും നോക്കാനും ഇല്ല, കേൾക്കാനും ഇല്ല. അല്ലെങ്കിൽ ഞാനിങ്ങനെ കേട്ടിരുന്നെങ്കിൽ ഭ്രാന്ത് പിടിച്ചു പോയിട്ട് അങ്ങോട്ട് പോകണം.
ഇങ്ങോട്ടാണ് ആ സൈഡിക്ക് പോ എന്താണ് അങ്ങോട്ട് പോകാത്ത അങ്ങോട്ട് ഷേടാ നമുക്കറിയാം ടൈം പുറത്തോന്ന് എൻ്റെ വാട്ടർമെല്ല അവിടെ കിടക്കുന്നുണ്ട്. 2 നമ്പർ എനിക്ക് ഭ്രാന്ത് പഠിച്ചിട്ടാണ് ഗ്രൈൻഡിനെ കളിച്ചത്. പിന്നെ ഇത് രാത്രിയാണല്ലോ പിച്ച് ഹാൻഡിൽ കിട്ടി. മറ്റേ മരം എടുക്കണ്ട പിന്നെ മാസ്റ്റർ അങ്ങനാവും. സാധനം എവിടെ എനിക്ക് അറിഞ്ഞൂടാ. സ്പൈഡർമാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ കിടന്ന പോലെയാണ്. അത്രയ്ക്കും ഗെയിം ഈസിയാണ്, പക്ഷെ പാടാണ്. എങ്ങനെയുണ്ടോ കേൾക്കൊണ്ട് പോടെ. ഇതല്ല എൻ്റെ വഴി. ഇങ്ങോട്ട് വാ. സെയിം വഴിയാണ്. തിരിഞ്ഞൊക്കെ മാത്രം മതി. നേരിക്കാൻ പോകുന്നത് എന്ത് ഗെയിമാണ്. കൂടെ ഉള്ളത് വേറെ ഇതിലില്ല. ബ്രാൻഡ് പിടിച്ചാണ് അതുമാതിരി പാടാണ് ഗൈസ്. പാടുന്നല്ല ഗൈസ് ഞാൻ പറയണേ. ശരിക്കും ഗെയിം കളിക്കാൻ പറ്റുമോ ഗൈസ്? അതുമാതിരി പാടും ഈസിയും എല്ലാം കൂടി ഭ്രാന്ത് പിടിച്ചേക്കാണ് ഗൈസ്. മുമ്പ് ഞാൻ 31 മിനിറ്റ് കളിച്ചു. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് കളിക്കാൻ തോന്നിക്കണേ ഇല്ല ഗൈസ്. പക്ഷേ എന്ത് ചെയ്യാനാണ് ഗൈസ്? എനിക്ക് എസ്കേപ്പ് ആവണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഗൈസ് ഇത്രയൊന്നും ഓഫ് ചെയ്തിട്ടിട്ടില്ല ഗൈസ്. എന്നാൽ എനിക്ക് ഗ്രാൻഡിനെ കൂട്ടി കളിക്കണമെന്നുണ്ട്. ഇതിനുള്ളപ്പോഴൊരു സുഖം. എന്താണ് സാധനം? ഹാമർ ഗൈസ് കിട്ടുകയാണ്. സാധനം എടുക്കാനും ഇതെന്തൊരു സമയം പിടിക്കാണ് ഗൈസ്. ഇഞ്ഞെടുക്കലെടുക്കാൻ പറ്റും. പക്ഷേ ഇത് പിന്നെയും പൊങ്ങണം. വിളിച്ച് തോന്നിക്കുന്നത് അതാണ് പിന്നെ ചെയ്യാൻ ഗൈസ്. ഞാൻ അതിൽ കയറി പോവാണ്. ഇനി എനിക്കൊന്നും ചെയ്യാൻ വയ്യ. ഇനി ഈ സൈഡിലോട്ടൊരു ഹാമർ തുറക്കാണ്ട് ഇട്ട് പോയാൽ ഇവിടെ പോയി ഞാൻ ഒരെണ്ണം തുറക്കട്ടെ ഗൈസ്. എനിക്ക് കാർക്ക് എങ്ങനെയും കിട്ടിയാൽ മതി. പിന്നെ എല്ലാ സെറ്റാണ് ഗൈസ്. കാർക്ക് എനിക്ക് ബ്രാൻഡ് പിടിച്ച പിന്നെ കുറച്ച് സീനാണ് ഗൈസ്. ഗൈസ് എനിക്ക് ഇതായി ഗൈസ്. എന്താന്ന് വെച്ചറിയില്ല. ഓക്കെ അനിട്ട് ഗൈസ്. ഗ്ലിച്ചിലായോ? ബേഡ്സ് എനിക്ക് ആവശ്യമില്ല. ഞാൻ റിമോട്ട് കൺട്രോൾ തുറക്കുമ്പോഴാണ് കാർക്ക് ആ സാധനം കിട്ടിയാൽ മതി. നിങ്ങൾക്ക് അറിയാലോ ഗൈസ്, എനിക്ക് ശരിക്കും ഇത് ഓഫ് ചെയ്ത് കളിക്കാനൊന്നും ഇഷ്ടമല്ല. പക്ഷേ ഈ ഇപ്പോൾ ഭ്രാന്ത് പിടിച്ചാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? ബേഡ്ഷീറ്റ് കൊടുക്ക്. ആ ഗൈസ് ഇവിടെയാണ് ബേഡ്ഷീറ്റ്. ഇപ്പോൾ കളികളൊക്കെ കളിച്ച് മാറി തുടങ്ങിയിട്ടുണ്ടടാ. നമ്മൾ റിമോട്ട് കൺട്രോളിൻ്റെ അവിടെ ഉണ്ടാവും. അവിടെ പറയാൻ പറ്റില്ലല്ലോ. അവിടെയെങ്കിലും മതിയാമല്ല. അവിടെയെങ്കിലും കിട്ടിയാൽ മതിയിരുന്നു. ഗ്രാൻ എവിടെ ക്ലിച്ച് ചെയ്ത്? മറ്റേ നമ്മുടെ റൂമിൽ. ഓ മറ്റേ ക്ലിച്ച് ആവില്ലേ? സോ ഗൈസ് നമ്മൾ ഈ ഡോറൊന്നും തുറന്നല്ലോ. പക്ഷേ ഇപ്പം നമ്മൾ കുറച്ചുകൂടി എക്സ്പെർട്ടായി ഗൈസ് ഗെയിമിൽ. ശരിക്കും ചെയിൻ കട്ടറാണ് ഗൈസ് കിട്ടിയത്.
നീ ഏത് എസ്കേപ്പ് വിചാരിക്കണേ? കറക്റ്റ്. പിന്നെ ഇത് എവിടെയാണ് കട്ട് ചെയ്യുന്നത്? സ്പൈഡർ ഗേറ്റ് എടുത്ത് പോയാ? ഓഫ് കോഴ്സ്. എല്ലാം കിട്ടിയാ? ലെമൺ കിട്ടി. പക്ഷെ എൻ്റെ അടുത്തൊന്ന് കറക്കി കിട്ടാറുണ്ട്. ഗ്ലിച്ചായി. ചേരിക്കട്ടറല്ലോ ഉപകാരമില്ല. പിന്നെ സ്പാഡ്ലോക്ക് ഞാൻ ഇതൊക്കെ കണ്ടുപിടിച്ചല്ല. എനിക്ക് സ്ക്രൂ ഡ്രൈവറാണ് എന്തോരെ. എനിക്കൊരു ട്രിക്ക് ഉണ്ട്. ഈ ബസ് വെപ്പണിക്ക് എടുക്കുക. വെപ്പണിക്കൊക്കെ അതിന് കിട്ടിയിട്ട് വേണ്ട. സോ ഇതിവിടെ ആയിട്ടാണ് അത് വരണത്. ഗ്ലിച്ചായി ബോർഡായി. വെപ്പണിക്ക് കണ്ടുപിടിച്ചോടെ? കാർക്ക് കിട്ടിയാ? അതൊന്നും കിട്ടിയിട്ടില്ല. മറ്റത് കിട്ടിയാ? വീല് ക്യാമറ ചേർക്കുന്നത് അത് കിട്ടി. കറക്കിയപ്പോൾ എന്താ കിട്ടി? കറക്കിയപ്പോൾ അത് വർക്കായില്ല. എൻ്റെ ഗ്ലിച്ച് എനിക്ക് ചെയ്തേ പറ്റൂ ഗൈസ്. ഇത് അങ്ങോട്ടാണെങ്കിൽ വീറാൻ നോക്കട്ടെ ഗൈസ്. വീണിട്ടില്ല. ഭയങ്കര പാടാണ്. എൻജിൻ പാട്ട് നമുക്ക് എൻജിൻ പാട്ട് വെച്ചുകൊണ്ടിരിക്കാം. ആ ഗ്ലിച്ച് വർക്കാവുന്നില്ല. നമുക്ക് നോക്കാൻ താഴെ ഉണ്ടോന്ന് നോക്കാൻ തന്നെ. സോ ഗൈസ് ബ്രഷ് ഫ്രഞ്ച് കിട്ടിയതാണ്. ഈ ഗ്യാസ് സിലിണ്ടല്ലോ. ഇത് തുറക്കണം. ഗ്യാസ് സിലിണ്ടർ കിട്ടി. ഇത് തുറന്നത് സേഫ്റ്റി കിട്ടില്ല. ഇതും കിട്ടിയിട്ടില്ല. ഇവിടെ എന്നിട്ടുള്ള ഇവിടെ എന്ത് ചെയ്യാ? സ്പെഷ്യൽ കീ എടുത്താ നിങ്ങൾ? അതിന് മീറ്റ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് സ്പെഷ്യൽ കീ വെച്ച് തുറന്നിട്ട് അത് എടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിനായിട്ട് നമുക്ക് മീറ്റ് ചെയ്തിട്ടും കിട്ടിയിട്ടില്ല. ബേർഡ് സീറ്റ് കൊടുത്തപ്പോൾ എന്ത് കിട്ടിയേ? നമുക്കെല്ലാം ഒന്നുകൂടി ഒന്ന് അടിച്ച് പറക്കണം. അതുകൊണ്ട് ഇനി എന്ത് കിട്ടിക്കണേ? ഷോർട്ട് ഗണ്ണിന്റെ പാട്ട്. ഹാമർ കൊണ്ട് പോയി മുകളിൽ തുറക്കണ്ട്. ഹാമർ ഉണ്ട് അവിടെ. മീറ്റ് കിട്ടാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കറിയാം. ഞാൻ വെറുതെ പോയി നോക്കുന്നതാണ്. അവിടെ നിന്നിട്ടുള്ളേ തുറന്നു നോക്കണുണ്ടോ? സ്പൈഡർ അവിടെ ഉണ്ട്. സോ ഗൈസ് എനിക്ക് വയ്യണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട് എടുത്താണ്. ഗൈസ് നമുക്കിനി പ്ലാങ്ക് ഒക്കെ വെച്ച് സെറ്റാക്കാണ്ട്. ഇവരെ നമ്മൾ എസ്കേപ്പ് ആയിരിക്കും. എസ്കേപ്പ് ആവാൻ നിങ്ങൾക്ക് അറിയാലോ. ഞാൻ ഗ്രാൻഡ് ഓഫ് ചെയ്തിട്ടായിരുന്നു ഹാമറോടെ. ഹാമർ എവിടെയാടാ? സോ ഗൈസ് ഹാമർ ഈസ് മിസ്സിംഗ്. സോ എനിക്കൊരു വഴി അറിയാം. ഹാമർ വെച്ച് നമുക്ക് മുകളിൽ ഉറക്കാനുണ്ട്. പക്ഷെ നമ്മൾ ഹാമർ എവിടെയാണ് സെറ്റ്? ഇതിൻ്റെ അകത്തുണ്ട്. ഓഫ് കോഴ്സ് ഇല്ലേ. നമ്മൾ മുകളിൽ കയറി പോകണം. പോകി നമ്മൾ വേഗണം. നെഞ്ചില്ലാതെ പോകണം.
തുറന്നു വിടറേന്ന്. നമ്മൾ ഇതുവരെയായിട്ട് ഗൈസ് ഇങ്ങനെ കളിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം അല്ലേ ഗൈസ്? ഒന്ന് ഓർത്ത് നോക്കിയേ, ഇത്ര പ്ലെയർ ആയിട്ടാണ് നമ്മൾ കളിക്കുന്നത്. ഈ കട്ടിങ് ബോർഡിലുണ്ട് ഇവിടെ എന്താണ് യൂസ് ഉള്ളതെന്ന് നമുക്കറിഞ്ഞൂടാ. ഇടുക്കത് നോ യൂസ് ഗൈസ്. ചിലപ്പോൾ അതിനുള്ളിലാണെങ്കിൽ പാഡ്ലോക്ക് അതിൻ്റെ ഉള്ളിലേക്കും. ബട്ട് അതിനായിട്ട് മറ്റു സാധനം കിട്ടണ്ടേ? എന്ത് സാധനം? ഓഫ് ചെയിൻ കട്ടർ വേണമല്ലോ ഗൈസ്. ഈ വേസ് അങ്ങ് എടുക്കേ. ചെയിൻ കട്ടർ വേണം. അതിൻ്റെ അകത്ത് എന്തിട്ട് സേഫ് കീ ആണ്. വീട്ടാൻ നമുക്ക് വേസ് കൊണ്ട് ഒരു പണി ചെയ്യാനുണ്ട്. വേസ് കൊണ്ട് പണി ചെയ്യാനുണ്ട്. മറ്റേതാണ് 48 സാധനം പലയിടത്തും കയറുന്നുണ്ട്. ബട്ട് ശരിക്കും അടുത്ത് ആ സൗണ്ട് കിട്ടും. പക്ഷെ ആ സാധനമാണ് കിടക്കുന്നത്. ഇത് ഇങ്ങനെ കുറവ് എടുക്കാൻ പറ്റും. അത് ഷോർട്ട് വർക്കാവുള്ളൂ ഗൈസ്. ഇനി നമുക്ക് സേഫ്റ്റി കട്ടിംഗ് പ്ലെയർ കൊണ്ടുപോയി മുകളിൽ കൊണ്ടുപോകാം. എൻ്റെ അവിടുന്ന് എന്തായിരുന്നു സേഫ്റ്റി തുറന്നു നോക്കാം. ചിലപ്പോൾ എന്തുണ്ടാവാം. ഒരു മിനിറ്റ്, ഈ ഹാമർ എടുത്ത് നമുക്ക് താഴ്ക്കിടാം. ഓക്കെ, ഈ കട്ടിംഗ് പ്ലെയർ എടുത്തിട്ട് അങ്ങോട്ട് പോകും. സോ ഗൈസ് ഫൈനലി സേഫ് കീ കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് ഗൈസ് കളിയുടെ പൂരം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ സേഫ് കീ എങ്ങാനും കറക്കുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ സേഫ് കീ എങ്ങാനും വെള്ളമൊക്കെ ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. വേഗം വേഗം ഞാൻ ഉപകാരമുള്ള സാധനമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ 3, 2, 1 0 നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഞാൻ ലൈക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് കറക്കി കിട്ടത്. യെസ് കറക്റ്റ്. കാർക്കിനുള്ള വെപ്പൻ കീ ആണെങ്കിലോ നോ ചാൻസ് ആണ്. മാസ്റ്റർ കീ. സോ ഗൈസ് ഒരു മിനിറ്റ്, മാസ്റ്റർ കീ ഒന്നെങ്കിൽ കാർ എസ്കേപ്പ് അല്ലെങ്കിൽ മാസ്റ്റർ മെയിൻ ഡോർ എസ്കേപ്പ് ആണ് തീരുമാനിച്ചത്. എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. മാസ്റ്റർ ഇനി ഇവിടെ ഇടാം, കൊണ്ടിടാം. ഇനി നമുക്ക് പാഡ്ലോക്കിങ് കൂടി വേണം. സംഭവം കൂടി ഉണ്ട്, സ്പാർക്ക് ഉണ്ട്. നിങ്ങൾക്കറിയാം സ്പാർക്ക് എവിടെയാണ്? സ്പാർക്ക് എവിടെ നിങ്ങൾക്കറിയാം? എനിക്ക് അതെടുക്കാനാണ് പോകുന്നത്. എന്ത് ചെയ്യാനാണ് ഗൈസ്? ഇവിടെ നിന്നില്ല എനിക്ക് അറിയോ ഗൈസ്? നിങ്ങളെല്ലാവരും ഇങ്ങനെ ബോറടിച്ചിരിക്കേണ്ട, കുറച്ചൊക്കെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു ഗൈസ്. ഇതൊക്കെ മര്യാദക്ക് ചിക്കനുണ്ടാവില്ല. നിങ്ങൾ ചിക്കൻ ഡു സംതിങ് ഗൈസ്. ഇത്രയും എത്തിച്ച ഞാനാണ് ഗൈസ്. പുലിയാണ് ഞാൻ, പുലി മുണ്ടപുരിയാണ്. ശരിക്കും ഗൈസ് എന്നാൽ നമുക്കൊരു ചലഞ്ച് വെച്ചാലോ? ചെറിയൊരു ചലഞ്ചൊക്കെ വയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കളിക്കണ ആളെയാണോ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മുമ്പ് കളിച്ച ആളെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ഗൈസ് അപ്പോൾ ഫ്രഞ്ച് ആവശ്യമുണ്ടല്ലേ? ഇവിടെ കണ്ടോ ഗൈസ് ഒന്നും അറിഞ്ഞൂടാ. ഓ ഇപ്പൊ എന്നിട്ടാണോ ഉണ്ടായി? ഓ ഇനി ഫ്രഞ്ച് കിട്ടാണ്ട്. പാഡിലോക്ക് എനിക്ക് എവിടെയാന്ന് അറിയാൻ തോക്കിന്റെ എല്ലാ പാട്ടും കിട്ടി 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 എന്ന് പറഞ്ഞു. ഞാൻ മാത്രമല്ലേ കണ്ടുപിടിച്ചല്ലോ മലയെ. നെവർ ബി ഗൈസ്. അയ്യോ ഒരു കാര്യം കൂടി ഉണ്ട് ഗൈസ്. ഗൈസ് എനിക്ക് ശരിക്കും പാഡിലോക്ക് എവിടെയെന്ന് അറിയാം. പക്ഷെ ഇവളാണെങ്കിൽ എനിക്ക് തരണ്ട ഗൈസ്. എന്ത് ചെയ്യാനാണ്? ഇത് നമുക്ക് പെട്രോൾ വയ്ക്കാൻ. പക്ഷേ ഗൈസ് പാഡിലോക്ക് എടുക്കണമെങ്കിൽ നമ്മുടെ ജീവൻ തന്നെ കളയേണ്ടി വരും. നിങ്ങൾക്കറിയാലോ ഗൈസ്, നമ്മൾ ഇതുവരെ ഡേ 2 ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഗ്രാനിനെ ഓഫ് ചെയ്തിട്ടുകൊണ്ടാണ്. ഡേ 1 നമ്മൾ കുറേ പേര് സർവൈവ് ഇതിന്. ഇനി നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് കുറേ പേർക്കാണെന്ന് വിചാരിക്കുന്നു. ഓ ഏതൊക്കെ സ്റ്റെപ്പ് വരെ പറഞ്ഞു. നമ്മളൊക്കെ പ്രോയാണ്. അതിൻ്റെ പിന്നെ കളിക്കത് മറ്റേ പാട്ട് ഈ പൊട്ട എവിടെയാണ് കൊണ്ടുപോയത്? സോ ഗൈസ് ഇനി ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കമ്മല കളിക്കുന്നതായിരിക്കും. കമ്മല കളിക്കുമ്പോൾ ഇവിടെ എൻ്റെ എടുത്തു പോയില്ല നിൽക്കില്ല ഗൈസ്. എന്ന് വെച്ചാൽ കമ്മല കളിക്കാൻ ഭയങ്കര പേരാണ് ഗൈസ്. കമ്മല ഇന്ത്യ ഹൊറങ്ങിക്കുമ്പോൾ ആണല്ലോ ഗൈസ്, ഇതറിയാലോ. ഞാൻ കളിക്കുള്ളൂ പക്ഷെ തോൽക്കും. ഉറപ്പാണെങ്കിൽ then you can shut up. I am not shut up. ഗൈസ് നമ്മളൊക്കെ ഇത് എടുത്ത സ്ഥലമാണ്. അവിടെ ഒരു വന്നിട്ടൊക്കെ ചെയ്യണം ഗൈസ്. എന്ത് ചെയ്യാനാ കണ്ട ഗൈസ്, ഒന്നും അറിയാത്ത പോലെ കാണിക്കുന്നുണ്ട്. സോ ഗൈസ് ഈ വീഡിയോ ഇവിടെ വെച്ച് വാങ്ങാത്തൊലി ഗൈസ് ഇത്ര ശരിക്കും പറഞ്ഞ ഗൈസ്. ഞാൻ നിങ്ങൾക്കൊരു കിട്ടിയില്ലെങ്കിൽ ഒരു ഗ്ലിച്ച് കാണിച്ചു തരാം. അതിന് വേണ്ടി നമുക്കൊരു ടാങ്ക് വേണം. വർക്കാവോന്ന് എനിക്കറിയില്ല. ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ഫുള്ളും യൂട്യൂബ് വീഡിയോസിൽ കണ്ട ഗ്ലിച്ചസ് ആണ് ടാങ്ക് ഇതൊക്കെ എന്തിനാണ് കയറി വിളിക്കണത്? ഞാനോ ഇവിടെയല്ലേ കൊണ്ടുവന്നത്? കണ്ട ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ഒന്നും അറിയില്ല. പിന്നൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഗ്രാൻഡ് ഇങ്ങനെ വരാണെങ്കിൽ ഇനി ഇരിക്കുക. കണ്ടോ ഗൈസ്, നമ്മളിങ്ങനെ കെയർഫുൾ ആയിട്ട് ഇരിക്കുമ്പോഴേക്കും ഗ്രാനോ നമ്മൾ ഗ്രാനി അപ്പോൾ വരില്ല. കുറെ പ്രാക്ടീസ് ചെയ്ത് തന്നെ കുഴപ്പമൊന്നുണ്ടാവില്ല. സോ ഗൈസ് അവൾക്ക് ദേഷ്യം വന്ന് ഇറങ്ങിപ്പോയി ഗൈസ്. നമ്മൾ എന്ത് ചെയ്യാനാണ്? ഞങ്ങൾക്കൊന്നും അറിഞ്ഞൂടെ. സോ ഗൈസ് പ്ലാങ്കിൻ്റെ ഐഡിയ ഒക്കെ അവിടെ ഇരിക്കട്ടെ. പിന്നെ ഗൈസ് നിങ്ങൾക്ക് അറിയാലോ അറസ്റ്റ്. പിന്നെ ഞാൻ ഫ്രഞ്ചിൻ്റെ കാര്യം ഇപ്പോഴാണ് ഗൈസ് ഞാൻ ഓർക്കണത്. നെക്സ്റ്റ് കോഗ്ലിയിലാണ് ഗൈസ്. ഇത് ഭയങ്കര പഴാണ് ഗൈസ്.
ലെമൺ എടുക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നാണോ? നമുക്ക് രണ്ടൊക്കെ എടുത്താണല്ലോ. നമ്മളെല്ലാവരും എടുത്തിട്ട് ഈ സാധനം എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങളുടെ അറിയില്ല. ഈ തലയിൽ എന്തെങ്കിലും ഉണ്ടോ? ലെമൺ എടുക്കോ? പിന്നെ ഫ്രഞ്ച് കിട്ടേണ്ടത് അങ്ങോട്ട് പോരുന്നെങ്കിൽ അങ്ങോട്ട് പോയില്ല അല്ലേ? എന്ത് സാധനമാണ് കണ്ടാ ഓടും. അങ്ങോട്ട് പോയി കണ്ട് കുടിക്കടാ. കാര്യങ്ങൾ കാണിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നമുക്ക് എൻഡ് ചെയ്താലോ? ശരിക്കും ഒരു ഡൗട്ട് തോന്നണം അങ്ങനെ. അതുമാതിരി പാട്ടൊക്കെ ഷോർട്ട് നമ്മൾ തണ്ണിമത്തം വെച്ചിട്ടേ എന്നാലും കിട്ടുമോ നോക്കിയിട്ട് വരാം ഗൈസ്. നമ്മൾ എക്സ്പെർട്ടായി. പിന്നെ ഗൈസ് നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് 100K അല്ലേ ഗൈസ്? K ആണെങ്കിൽ ഒരു 1K പോലും കിട്ടില്ല. അങ്ങനത്തെ ഒരു ഗതികേടാണ് നമുക്ക്. പയ്യെ ശരിയുള്ളൂ, പേടിക്കണ്ട. അതെ കുടിച്ചോ. പ്ലേ ഹൗസ് കീ കിട്ടി. ഒരു ഗ്ലിച്ച് കണ്ടതാണിത്. നടക്കുമെന്ന് അറിഞ്ഞൂടാ. എന്നിട്ട് വല്ല ഫ്രഞ്ച് ആയിരുന്നെങ്കിൽ കോഫി ഇവിടെ രണ്ട് സ്ഥലത്ത് കോവിയിൽ കണ്ടുപോയി. ഇവിടെ ആയിട്ടാണ് തോന്നുന്നത്. ചില ചേച്ചിയാണ് കണ്ടുപിടിച്ചത്. ഒരു കോവിയിൽ നമ്മൾ എവിടെയാണ് കണ്ടതെന്ന് അറിഞ്ഞൂടാ. ഇതാണ് നമ്മുടെ പ്രശ്നം. എല്ലാം കണ്ടു കഴിഞ്ഞാൽ മറന്നു പോകും. ഇതൊരു പ്രശ്നമാണ് ഗൈസ്. തലമുടിയിൽ വിരിയുമ്പോൾ ശരി മുകളിലാണ് ഫസ്റ്റ് കോവിൽ. സെക്കൻഡ് കോവിലും ഇടാൻ എനിക്ക് ഓർമ്മയുണ്ട്. കലവിലിയിൽ കളമെടുക്കുമ്പോൾ സാടിത്രയും നിങ്ങൾ കണ്ട. അപ്പം അതൊക്കെ തിയേറ്ററിൽ പോയി. തിയേറ്ററിൽ നിന്ന് പോയിട്ടുണ്ട്. ഇതിനകത്ത് എന്തായാലും ഉണ്ടാവില്ല. ഇതിൻ്റെ അകത്ത് മേ ബി ഫസ്റ്റ് കോവിൽ കിട്ടി. സെക്കൻഡ് കോവിലേക്ക് കിട്ടിയിട്ട് ഓൾറെഡി ഉണ്ട് ഗൈസ്.
ഭയങ്കര ശരിക്കും ഈ എസ്കേപ്പ് ഗസ് നിങ്ങൾക്ക് അറിയാലോ ഗസ് ഇത്രയ്ക്ക് മിനിറ്റ് ബൂത്ത് വന്നിട്ട് വീടിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം എസ്കേപ്പ് ഒന്ന് തോന്നിഞ്ഞ് നിൽക്കുകയാണ്. പക്ഷെ ഫ്രഞ്ചും വെള്ളമൊക്കെ ദാറ്റ്സ് ഓൺലി ഇനഫ്. അടിയുടെ ഇവിടെ വീഴുമ്പോൾ ഒരു കേക്ക് കഴിച്ചു. രണ്ടാമത്തെ കോക്കയിൽ നമ്മൾ അങ്ങോട്ട് ഇറങ്ങണം. അങ്ങോട്ട് ഇപ്പോൾ കളി തീയ പക്ഷേ കോകുവിൽ ഫ്രഞ്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫ്രഞ്ച് തുറന്ന് പിന്നെ മറ്റേ അവിടെ പണിക്ക് അപ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല. ഫ്രഞ്ച് ഇവിടെ ടൈറ്റാക്കാനുള്ളൂ. സ്ക്രൂ ഡ്രൈവർ അതിൻ്റെ മാരി ഷോർട്ട് ഈ സ്ക്രൂ ഡ്രൈവർ എങ്ങനെയെങ്കിലും എടുക്കണം. ഒന്നും നടക്കണില്ല ഗൈസ്. ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല. പെപ്പർ തീർന്നോ ബോട്ടിൽ കമ്മിക്കുന്നു കാണിക്കുക. ബോട്ടിൽ അല്ലേ എല്ലാ സമയവും ഉപയോഗിക്കുന്നു. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇങ്ങോട്ട് കടപിടിയിൽ വിലമെടുക്കുമ്പോൾ ഞാൻ പാട്ടുകാരനാണ് കയ്യിൽ. അല്ലു സാട്ട് എൻ്റെ പാട്ട് എങ്ങനെയുണ്ട്? നമ്മൾ താഴത്തേക്ക് രണ്ടത്തെ കോഴികളൊരു എനിക്ക് അവിടെയാണ് എനിക്കൊരു പ്രതീക്ഷ. അല്ലെങ്കിൽ എനിക്ക് അവിടെ നിന്ന് വെപ്പൺ കീ കിട്ടിയാലും കുഴപ്പമില്ല. വെപ്പൺ കീ കിട്ടിയാലും നല്ല കാര്യമാണ്. വെപ്പൺ കീ കിട്ടിയില്ലെങ്കിലും നല്ല കാര്യമാണ്. അല്ല സോറി, വെപ്പൺ കീ കിട്ടിയാലും നല്ല കാര്യമാണ്, കിട്ടിയില്ലെങ്കിലും നല്ല കാര്യമാണ്. പക്ഷേ നമ്മുടെ ഗെയിമിനകത്ത് കുറേ സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് എനിക്കൊരു ഐഡിയ. ഇത് എസ്കേപ്പ് ചെയ്താൽ ഇതിലും പാഡിലേക്ക് വേണം. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് പാഡിലേക്ക് കിട്ടുകയാണെങ്കിൽ മേ ബി വി ക്യാൻ എസ്കേപ്പ്. എൻ്റെ ചേച്ചി പറഞ്ഞ പോലെ അതിനകത്ത് പാഡിലേക്ക് ആണെങ്കിൽ നമ്മൾ കാർ എസ്കേപ്പ് ചെയ്യില്ല. ഫ്രഞ്ച് കിട്ടാണ്ട് നല്ല ഫ്രഞ്ചാണെങ്കിൽ നമ്മുടെ 2 കളിയോടെ തീരും. വെപ്പൺ കീ ഗൈസ് ഞാൻ പറഞ്ഞില്ലേ കുടിസുമണി ഞാൻ പറഞ്ഞില്ലേ. പക്ഷേ ഇനി എനിക്ക് എന്നാലും പാടാണ് ഗൈസ്. ഇനി നമ്മുടെ വെപ്പൺ വെച്ച് സ്ക്രൂ ഡ്രൈവർ തുറക്കണം. കുറേ പണിയുണ്ട്. സ്ക്രൂ ഡ്രൈവറൊക്കെ തുറക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വരാൻ പോവാണ്. പക്ഷെ അത് വെട്ടി വെച്ചാൽ എൻ്റെ ഇടാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമുക്ക് ആകെ വെടിവെക്കാൻ പറ്റുന്നത് ഗ്രാനിനായിരുന്നു. നമ്മളവിടെ വിളിച്ചൊക്കെ വെച്ചേക്കാണ്. നമ്മുടെ ട്രാങ്കുലൈസർ ഗണ്ണ് ഇങ്ങോട്ട് എടുത്തേ. ട്രാങ്കുലൈസർ കിട്ടി ഗൈസ്. ഈ ഗണ്ണ് ഭയങ്കര ഇന്നത്തെ ഷോർട്ട് ഗൺ ഉണ്ട് ഗൈസ്. ഷോർട്ട് ഗണ്ണൊക്കെ കുറച്ചൊരു ബെറ്റർ. പക്ഷേ എനിക്ക് ആമ ഒന്നും ഞാൻ കണ്ടില്ലല്ലോ. പിന്നെ ആമ വേണ്ട. ഷൂട്ട് ബുള്ളറ്റ് അവിടെ വേണം. ഇത് സ്ക്രൂ ഡ്രൈവറാണ് ഇമ്പോർട്ടൻ്റ് താരം. താഴേന്ന് എങ്ങാനും വെള്ളമൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ എസ്കേപ്പായി ഗൈസ്. റസ്റ്റി പാഡിലൊക്കെ ഗൈസ്. എന്തിനാണ് ഇത്? കാർ എവിടെ തുറക്കണ്ടല്ലോ സ്ക്രൂ ഡ്രൈവർ. വേറെ എവിടെയെങ്കിലും തുറക്കണ്ട. ഞാൻ കുറേ സ്ഥലം കണ്ടതായിരുന്നു. ഇപ്പോൾ ഒരു സ്ഥലം കാണാമല്ലോ. ഇത് വിധിക്കാണല്ലേ. പിന്നെ അങ്ങോട്ട് പോകാനുണ്ടല്ലോ. ഒരു സെക്കൻഡ്. സ്ക്രൂ ഡ്രൈവർ ഞാൻ അവിടെ ഇടും. കിട്ടിയ സ്ഥലത്ത് തന്നെ ഇടാം. എൻ്റെ വെപ്പൺ കീ എടുത്തിട്ടേ എനിക്ക് ഒരു സ്ഥലം കൂടി പോകാണ്ട്. അവിടെ നിന്നാണ് ഗസിൻ്റെ അടുത്ത പ്രതീക്ഷ ഫുള്ളും. ടാങ് ഉണ്ടാവുമെന്ന് ടാങ്ങയ്ക്കറിയാം. ക്രോസ് കൊടുത്തേ. ആ ടാങ് എടുത്തേ. സോറി ഇതെടുത്തേ. ചിലപ്പോൾ താഴേക്കല്ല പോകേണ്ടത്. നമുക്ക് ഈ വഴിക്കായാലും പോയാൽ മതി. പക്ഷെ ട്രാങ്കുലൈസർ വേണ്ട കേസ്. സുഖം ഇത് കുറേ നേരം 1 മണിക്കൂറിനെടുത്തില്ലേ? അടുത്തുണ്ടാവും. അത്ര നേരമൊക്കെ നമ്മൾ കളിക്കുമോ കേസ് അതിന് ഗെയിമൊക്കെ? ഗ്രാൻഡ് നിർത്തിയിട്ടോണ്ടാണ്. ഇത് എസ്കേപ്പാണ് കേസ്. ഇത് മറ്റു സാധനത്തിൽ കാണാണ്ട്. മറ്റേ നമ്മൾ എസ്കേപ്പായി ഗൈസ്. ഈ എസ്കേപ്പ് കുറച്ച് പണിയുള്ള എസ്കേപ്പാണ്. ചെയിൻ കട്ടറിന് വേണം. നടക്കില്ല ഗൈസ്.
കുറച്ചൊക്കെ കിട്ടി. ഇത് കാറില്ല ഗൈസ്. എൻ്റെ പ്രതീക്ഷയൊക്കെ തെറ്റിച്ചു ഗൈസ്. എൻ്റെ പ്രതീക്ഷയൊക്കെ തെറ്റിച്ചു. എൻ്റെ പ്രതീക്ഷയൊക്കെ തെറ്റിച്ചു. ഗൈസ് ഇനി ആകെ ഒരു വഴിയും കൂടി ഉള്ളൂ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത്. പക്ഷെ അതെന്താന്ന് വെച്ചാൽ സ്ക്രൂ ഡ്രൈവർ തന്നെ. പക്ഷെ അത് ഏതാ വഴിയെന്ന് പോലും എനിക്ക് അറിഞ്ഞോളൂ ഗൈസ്. നമ്മളിനി വീണ്ടും അങ്ങോട്ട് പോകണം. എങ്ങോട്ട് ഗൈസ്? അവിടെ ഒരു സ്ഥലമുണ്ട്. പിന്നേക്ക് എവിടെയാണ് ഇത് നോക്കേണ്ടതെന്ന് പറഞ്ഞില്ല. കുറച്ച് ഞാൻ കണ്ടണ്ട. എനിക്കൊരു കാര്യം കാണല്ലോ. സാധനം കിട്ടിയ പിന്നൊന്നും കാണില്ല ഗൈസ്. കളി കാണില്ല. മറ്റോടത്തേക്ക് പോകണം ഗൈസ്. എൻ്റെ മാപ്പ് എങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ അവിടെ കയ്യിൽ ഞാൻ പൊളിച്ചാണ്. അല്ലെങ്കിൽ സാധനൻ്റെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെയും ഞാൻ ചെയ്തിരിക്കുന്നു. ഞാൻ എന്തായാലും പോകണ്ട. ഇപ്പോൾ പോവാം. ഞാൻ അങ്ങോട്ടാണ് കയറിയത്. സോ ഇവിടെ എവിടെയായിരുന്നത്? ഞാൻ പറഞ്ഞു ഇവിടെ ഇവിടെ നിന്ന് എന്താണ് കേൾക്കട്ടെ മോനെ. പാലോക്കി ഗൈസ് രക്ഷപ്പെട്ടു. ഗൈസ് ഗെയിം ഈസ് ഓവർ. സാധാരണ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ ഗൈസ്. ഞാൻ ഇറങ്ങി പോവാം. ഭയങ്കരല്ല കേട്ട ഗൈസ്. വേറെ വയ്യ. ക്യാമറയിലുള്ള വീഡിയോ കാണും. സ്ഥലം വീഡിയോ ഗ്രാനി ഒക്കെ നോർമലുണ്ടാവും. പാടിലൊക്കെ അങ്ങനെയെങ്കിലും പോയി എടുക്കണം ഗൈസ്. പിള്ളക്കെടുത്തിട്ട് എങ്ങനെയെങ്കിലും പരസ്യം മര്യാദക്ക് എന്റെ പൊന്ന് ഗൈസ്. ഞാനൊരു ബുദ്ധിമോശം കാണിച്ചു ഗൈസ്. ഞാൻ എസ്കേപ്പ് ആയി ഗെയിം. ഞാൻ മെയിൻ റക്കിയാണ് എസ്കേപ്പ് ആയത് മറ്റേ പാഡിലൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് വെച്ച് കഴിച്ചാടാ. എന്നാലും ഗൈസ് നിങ്ങളോട് പറഞ്ഞ കാര്യം ഞാൻ എന്തായാലും ചെയ്തിട്ടുണ്ട്. ഐ എസ്കേപ്ഡ്. സോ ഗൈസ് അടുത്തൊരു വീഡിയോയ്ക്ക് എന്തായാലും വേഗം തന്നെ കാണാം. ബൈ ബൈ.